ഹലോ നമസ്കാരം. മോൺസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഹിരോകാസു കോറിഡേൻ്റെ ഒരു ജാപ്പനീസ് സിനിമയാണ്, ജാപ്പനീസ് ഡയറക്ടർ. ഈ സിനിമ കാണാൻ കാരണമായത് ഈ ചാനൽ കാണുന്ന ഇവിടെ കമൻ്റ് ചെയ്യുന്ന ഒരാൾ ഇത് കണ്ടിട്ടുണ്ടോ, ഹിരോകാസു കോറിഡേൻ്റെ സിനിമകൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരു കമൻ്റ് ഇട്ടു. അങ്ങനെ ഞാൻ മൂബി എന്നുള്ള OTT ആണ് ഞാൻ അധികവും ഫോറിൻ സിനിമ കാണാറ്. അപ്പോൾ അതിൽ പോയി നോക്കിയപ്പം അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ ഉണ്ട്, മോൺസ്റ്റർ എന്ന് പറഞ്ഞ സിനിമ 2023 ഡയറക്റ്റായത്, റിലീസായത്. അപ്പോൾ അതവിടെ ഉണ്ട്, നേരെ കണ്ടു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ 2-3 സിനിമകൾ കൂടെ മൂവിയിൽ OTT പ്ലാറ്റ്ഫോമിലുണ്ട്, അതും അടുത്ത ദിവസങ്ങൾ കാണണം. അപ്പം സിനിമ റെക്കമെൻഡ് ചെയ്ത ആൾക്ക് ഒരു താങ്ക്സ് പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ. ഈ ചാനൽ നടത്തുന്നതിൻ്റെ ഒരു ഗുണം, നമുക്ക് ചില സജഷൻസും സിനിമകളും ഒക്കെ ആൾക്കാർ പറഞ്ഞു തരും. ആൻഡ് ദാറ്റ് ഇൻട്രസ്റ്റ് നമ്മളുടെ ഇൻട്രസ്റ്റ് ഇൻ മൂവി കുറച്ചും കൂടെ വിപുലമാക്കാൻ സഹായിക്കുന്നതാണ് ഈ സിനിമ. മോൺസ്റ്റർ എന്ന് പറഞ്ഞ സിനിമ, അപ്പം ഇതിന് പ്രത്യേകതയുള്ള ഹിരോകാസു കൊറീഡ ആദ്യമായിട്ട്, അതായത് തൻ്റെ ഡയറക്ഷൻ, തൻ്റെ എഴുത്തല്ലാത്ത, തൻ്റെ സ്റ്റോറി അല്ലാത്തൊരു സംഭവം ഡയറക്റ്റ് ചെയ്യുന്നു എന്നുള്ളതും കൂടിയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഇത് ഒരു ത്രില്ലർ എന്ന് പറയാം, ഡ്രാമ എന്ന് പറയാം, റൊമാൻസ് എന്നും പറയാം. അങ്ങനെയൊക്കെ പല രീതിയിൽ ആ സിനിമയെ നമുക്ക് കാണാൻ പറ്റും. അതിനൊരു ചെറിയൊരു പ്ലോട്ട് ഞാൻ പറയാം. അപ്പോൾ ഒരു 4 മെയിൻ കഥാപാത്രങ്ങളാണ്. സൗരി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിംഗിൾ മദർ. സൗരിയുടെ മകനാണ് മിനാറ്റോ, 5ാം ക്ലാസ് പഠിക്കുകയാണ്. മിനാറ്റോൻ്റെ ക്ലാസ് പഠിക്കുന്ന വേറൊരു കുട്ടിയാണ് യോരി എന്ന് പറഞ്ഞൊരു കുട്ടി. പിന്നെ അതേപോലെ ഹോരി, HORI, ഹോരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീച്ചറുണ്ട്. അപ്പോൾ എന്തോ ഈ മിനാറ്റോൻ്റെ ബിഹേവിയറിൽ, സ്വഭാവത്തിൽ ചില മാറ്റങ്ങളൊക്കെ അമ്മ കാണുകയാണ്. അങ്ങനെ അമ്മ അത് സ്കൂളിൽ പോയിട്ട് എന്താ കാരണം എന്നുള്ളത് അന്വേഷിക്കുകയാണ്. അങ്ങനെ ആ ടീച്ചർ, ഹോരി എന്ന് പറഞ്ഞ ടീച്ചർ എന്തോ അടിച്ചുന്നോ പിച്ചിന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് അതിൻ്റെ മുകളിലുള്ളൊരു പ്രശ്നം നടക്കുക. അപ്പോൾ അത് ആ പ്രശ്നം ആരും അറിയിക്കാതിരിക്കാൻ വേണ്ടി സ്കൂളുകൾ നടത്തുന്ന ചില കാര്യങ്ങളിലൊക്കെ അതിൽ കൂടിയാണ് ഈ സിനിമ അങ്ങനെ പോകുന്നത്. പക്ഷേ സിനിമയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം റിലേഷൻഷിപ്പുകളെ കുറിച്ചാണ്. കുട്ടികളിലായാലും വലിയ ആൾക്കാരിലായാലും റിലേഷൻഷിപ്പും നമ്മളുടെ ഒരു ഇഷ്ടവും റിലേഷൻഷിപ്പും ഒക്കെ എപ്പോഴാണ് റൊമാൻറ്റിക്കായി മാറുന്നത് എന്നുള്ളത്. അപ്പം അങ്ങനെ ഒരു റൊമാൻറ്റിക്കായി മാറുന്ന സമയത്ത് അത് സൊസൈറ്റി അംഗീകരിക്കുന്ന രീതിയിൽ അല്ലാതെ വരുന്ന സമയത്ത് അതെങ്ങനെയാണ് നമ്മളെ, കുട്ടികളെയും അഡൽട്സിനെയൊക്കെ ബാധിക്കുന്നത് എന്നുള്ളതാണ്. ഞാൻ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് എ വെരി കൺസിഡറേറ്റ്, എന്താ പറയുക, അത് വളരെ കെയറിങ് ആയിട്ടുള്ളൊരു ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നി. കെയറിങ് എന്ന് പറയാൻ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് നമ്മൾ ആൾക്കാരുടെ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്ന പോലെ. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമ്മളിൽ പല ആൾക്കാരും ഒരു സൊസൈറ്റീൻ്റെയും ചില റൂൾസിൻ്റെയും കീഴ്വഴക്കങ്ങളുടെയും ഇടയിൽ കിടന്നിട്ട് നമ്മൾക്ക് പ്രതികരിക്കേണ്ട രീതി പോലും പ്രതികരിക്കാൻ പറ്റാതെ പോകുന്നൊരു സംഭവം. 2 കുട്ടികളുടെ, ആക്ച്വലി യോരി എന്ന് പറഞ്ഞ കുട്ടിയുടെയും മിനാറ്റോ എന്ന് പറഞ്ഞ കുട്ടിയുടെയും ആണ് ഈ കഥ കംപ്ലീറ്റ് ഫോക്കസ് ചെയ്യുന്നത്. ആ കുട്ടികൾ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പും അതുമാണ്. അതിൻ്റെ ചുറ്റും, ആ കുട്ടികളുടെ ചുറ്റും കുറേ ആൾക്കാരുണ്ട്. അതായത് സ്കൂളിൻ്റെ അധികൃതരുണ്ട്, ഹോരി എന്ന് പറഞ്ഞ മാഷുണ്ട്, പിന്നെ സയോരി എന്ന് പറഞ്ഞിട്ട് മിനാറ്റോൻ്റെ അമ്മ ഉണ്ട്, പിന്നെ ഈ യോരി എന്ന് പറഞ്ഞ കുട്ടിയുടെ അച്ഛനുണ്ട്, ഒരു ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരാൾ, പിന്നെ അതുമായി ബന്ധപ്പെട്ടിട്ട് വർക്ക് ചെയ്യുന്ന ആ ക്ലാസ്സിലുള്ള മറ്റു കുട്ടികളുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടുള്ളൊരു ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്ലോട്ടാണ്. ഐ തിങ്ക് ഇഫ് യു റിയലി ആർ ഇൻട്രസ്റ്റഡ്, കാരണം ഞാൻ ആക്ച്വലി ഹിരോകാസുവിൻ്റെ സിനിമയൊന്നും ഞാൻ കണ്ടിട്ടില്ല. ജാപ്പനീസ് സിനിമകൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഹിരോകാസുവിൻ്റെ സിനിമ ഞാൻ കണ്ടിട്ടില്ല. അപ്പം അത് അദ്ദേഹത്തിൻ്റെ ദ വേ ഹി വാസ് ഡയറക്റ്റിംഗ്, വേ ആ സ്റ്റോറി ഇതാവുന്നത്, ആൻഡ് അദ്ദേഹത്തിൻ്റെ സ്റ്റോറി വെച്ചിട്ടുള്ളൊരു സിനിമ ഞാൻ കണ്ടിട്ടില്ല. അത് പ്രോബ്ലി ഐ വാച്ച് ദാറ്റ് ഇൻ ദ നെക്സ്റ്റ് ദ കമ്മിങ് വീക്ക് ഓർ സംതിങ്. അപ്പം ഇങ്ങനെ ചില സിനിമകളെക്കുറിച്ച് വളരെ ചെറുതായിട്ട് ഇങ്ങനൊരു വീഡിയോ ചെയ്യുക എന്നുള്ളതാണ് ഈ ചാനലിൻ്റെ ഉദ്ദേശം. ആരൊരാൾ കമൻറ്റ് ചെയ്ത് ചോദിച്ചു, നിങ്ങൾക്ക്
ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ല, നിങ്ങൾക്ക് എല്ലാ സിനിമയും ഇഷ്ടമാണോ എന്നുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടമുള്ള സിനിമകളെ പറ്റി മാത്രമേ ഞാൻ പറയാറുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇഷ്ടമില്ലാത്തൊരു സിനിമ കാണേണ്ടി വരിക, അത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. കാരണം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയുള്ളൂ ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല എന്നുള്ളത്. കാണേണ്ടി വരിക, അതിനെക്കാട്ടും എത്ര ബുദ്ധിമുട്ടാണ് ഇഷ്ടപ്പെടാത്തൊരു സിനിമേനെക്കുറിച്ച് സംസാരിച്ച് സമയം കളയുക എന്നുള്ളത്. അപ്പോൾ ഞാൻ എന്തായാലും ഇഷ്ടപ്പെടാത്ത സിനിമകൾ ധാരാളമുണ്ട്. കാണുന്ന സിനിമകളെല്ലാം ഒന്നും ഇഷ്ടപ്പെടാറില്ല. ഇഷ്ടപ്പെട്ട സിനിമകളെ പറ്റി മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. കാരണം ഇഷ്ടപ്പെട്ടതിനെക്കുറിച്ച് പറയുന്നതിൽ ഉണ്ടാവുന്ന സന്തോഷം, ഇഷ്ടപ്പെടാത്ത കാര്യം ഇഷ്ടപ്പെട്ടില്ല, ആരും കാണരുത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റിവ്യൂ, അങ്ങനെയാണ് കുറേ ആൾക്കാരുടെ റിവ്യൂകൾ ഞാൻ കാണാറുള്ളത്. പക്ഷെ അങ്ങനെ ഐ തിങ്ക് മൈ ഇൻട്രസ്റ്റ് ഇസ് മോർ ടുവേർഡ്സ് വാട്ട് ഐ ലൈക്ക് ആൻഡ് ഐ വോണ്ട് ടു ഷെയർ ദാറ്റ് വിത്ത് യു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഷെയർ. നിങ്ങൾ ഇപ്പം ഇതൊരു ജാപ്പനീസ് സിനിമയാണ്, ഇപ്പം വേറെ ലാംഗ്വേജിലുള്ള സിനിമകൾ, നല്ല സിനിമകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ ഷെയർ ചെയ്യുക. ഐ വുഡ് ലവ് ടു റീഡ്, ഐ വുഡ് ലവ് ടു വാച്ച്, and I'll see you all in the next movie.